ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 മെയ് മാസം 1-ാം തീയതി മേടമാസം 18-ാം തീയതി വ്യാഴാഴ്ച, സമയം രാവിലെ 6 മണി. സംസ്ഥാനത്ത് ആശയക്കുഴപ്പം സൃഷ്ടിച്ച് പല ജ്വല്ലറികളിലും പല വിലയിലാണ് വ്യാപാരം നടക്കുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്നലെ സ്വർണ്ണവില വൻ തകർച്ച നേരിട്ടിരുന്നു. അന്താരാഷ്ട്ര വിലയിലെ മാറ്റത്തിനനുസരിച്ച് സംസ്ഥാനത്ത് വിലയിൽ വലിയ കുറവ് ഉണ്ടാകുമെന്നാണ് കരുതിയത്. എങ്കിലും ഔദ്യോഗികമായി വില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. അതേസമയം ഇന്നലെ അക്ഷയ തൃതീയ ദിനത്തിൽ സംസ്ഥാനത്തെങ്ങും ജ്വല്ലറികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇത് മുതലെടുക്കാനായി പല ജ്വല്ലറികളിലും പല വിലയിലാണ് വ്യാപാരം നടത്തിയത്. സ്വർണ്ണ വ്യാപാര സംഘടനകൾ സംസ്ഥാനത്ത് ലയിച്ച് ഒന്നായി എന്ന് പറയുമ്പോഴും ഈ മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കപ്പെടുന്നതാണ് ഈ നടപടി. ഇന്നലെ രാവിലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വൻ തകർച്ച നേരിട്ടു. എങ്കിലും ഇപ്പോൾ വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ് സ്വർണ്ണവില. ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് $3311. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9796 രൂപ, 1 പവൻ 78,370 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7347 രൂപ, 1 പവൻ 58,778 രൂപ. ഇന്നത്തെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 8,980 രൂപ, 1 പവൻ 71,840 രൂപ. സംസ്ഥാനത്ത് നിന്ന് വെള്ളിവില 1 ഗ്രാം 109 രൂപ, 1 കിലോ 1,09,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്